പാലക്കാട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 13 വർഷത്തിനിടെ കാണാതായത് 23 പെൺകുട്ടികളാണ്. ഇവര് ലൈംഗിക അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇതിലെ പല കേസുകളും ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അന്വേഷിച്ചിട്ടും തുമ്പ് ഇതുവരെ കിട്ടിയില്ല. അതിനാൽ ഇപ്പം CBIക്ക് വിട്ടിരിക്കുകയാണ് കോടതി. CBI വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ കേൾക്കുന്ന പോലുള്ള കഥകളാണ്. ഈ കൊച്ചു കേരളത്തിൽ നിന്ന്, പാലക്കാട് പോലുള്ള ഒരു ജില്ലയിൽ നിന്ന് 13 വർഷത്തിനിടെ 23 പെൺകുട്ടികളെ കാണാതായി എന്ന് പറയുന്നത്. എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്, പോലീസ് വകുപ്പിനൊക്കെ വീഴ്ച പറ്റിയത്? ഇന്ന് രാവിലെ പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ വായിച്ചത്. കഴിഞ്ഞ 13 കൊല്ലത്തിനിടയിൽ പാലക്കാട് എന്ന ഒരു ജില്ലയിൽ നിന്ന് 23 കുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. പലരും പെൺകുട്ടികളാണ്. ആ കുട്ടികളിൽ പലരും ലൈംഗിക അതിക്രമത്തിന് വിധേയരായിരുന്നു. പക്ഷെ ഇതിലെ പ്രതികളെ പിടിക്കാൻ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞില്ല. ലോക്കൽ പോലീസിനോ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞില്ല. അവർ ഈ കേസൊക്കെ എഴുതിത്തള്ളി. ഇതിൽപ്പെട്ട ഒരു കേസ് പരിഗണിക്കവെയാണ് കേരള ഹൈക്കോടതി CBIയോട് ചോദിച്ചത്. CBIയോട് കേരള ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ദുരൂഹ കേസുകൾ ഏറ്റെടുത്ത് തെളിയിക്കാൻ പറ്റുമോ എന്ന്. എനിക്കൊരു സംശയം, പാലക്കാട് ജില്ലയിലെ പോലീസ് എന്തിനാണ് ആ ജില്ല പോലീസിന് അങ്ങനെ ഒരു ജില്ലാ ഘടകം ആ രീതിയിലാണെങ്കിൽ എൻ്റെ കൃത്യമായ ഒരു അഭിപ്രായം, പാലക്കാട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും അടച്ചുപൂട്ടുക. പാലക്കാട് ജില്ലയിൽ ഇനി പോലീസ് വേണ്ട. പാലക്കാട്ടെ എസ് പിക്കെതിരെ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന SP മാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക. ഈ 23 കൊലപാതകങ്ങളുടെ ദുരൂഹത തെളിയിക്കാൻ 13 കൊല്ലമായിട്ട് പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അന്തസ്സുള്ള പോലീസുകാരുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്ര ഞെട്ടിക്കുക. നിങ്ങൾക്ക് കണ്ണുള്ളവർ കാണട്ടെ, ചെവി ഉള്ളവർ കേൾക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ബംഗാളിലും ബീഹാറിലും ഒക്കെയാണ് നടന്നിരുന്നത്. ഇത് ഡൽഹിയിലും ബോംബെയിലും ഒന്നും ഇങ്ങനെ നടക്കില്ല. ബംഗാളിലും ബീഹാറിലും ഒക്കെയാണ്. എന്നിട്ടും കേരളം 1-ാം നമ്പർ. എന്തോന്നില്ല 1-ാം നമ്പർ? എന്തോ ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ മതേതര പുരോഗമന വാദികളെല്ലാം കൂടെ ഇതുപോലെ ഒരുപാട് സങ്കല്പങ്ങൾ കെട്ടിച്ചമച്ചിട്ട് ഒരുപാട് മിത്തുകൾ പ്രചരിപ്പിക്കും. നാണമില്ല. എന്ത് സാക്ഷരതയുള്ളൊരു സംസ്ഥാനത്ത് ഇങ്ങനെ നടക്കും? വിവരവും ഇല്ല, പൊതുബോധവുമില്ല, തികഞ്ഞ അഴിമതി, അഹങ്കാരവും. സമൂഹ വിരുദ്ധരുടെ വിളയാടുന്ന സർക്കാർ സംവിധാനങ്ങളൊക്കെ തകർന്നുപോയ ബ്രോക്കൺ സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഉണ്ട്. ആ ബ്രോക്കൺ സ്റ്റേറ്റ് ആണ് കേരളം. പോലീസ് എന്ന് പറയുന്ന ഒരു ഡിസ്ഫങ്ഷണൽ ഓർഗനൈസേഷൻ. രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാനായിട്ട് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് കേരള പോലീസ് അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഈ ഒരൊറ്റ സംഭവം മാത്രം മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ BJP പോലുള്ള പാർട്ടികൾ ഇതിനകത്തിൽ ഒന്നും മിണ്ടാത്ത? കാരണം അവർ ഈ കാലയളവിൽ ഏതായാലും അധികാരത്തിലിരുന്നില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് ജില്ലക്കാരനാണ്. അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. കേരളത്തിൽ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന മനുഷ്യാവകാശ ഗ്രൂപ്പുകളുണ്ട്. കാശ്മീരിൽ എന്ത് സംഭവിച്ചാലും കാശ്മീരിലെ ഒരു പെൺകുട്ടിയുടെ കൊലപാതകവും ഇതുപോലെയുള്ള അതിക്രൂരമായ ലൈംഗിക പീഡനത്തെ തുടർന്ന് ഒരു കുട്ടി മരിച്ചപ്പോൾ ജമ്മുവിലാണെന്ന് തോന്നുന്നു, കേരളത്തിൽ ഉടനീളം വലിയ പ്രകടനങ്ങൾ നടന്നു. കേരളത്തിൽ മെഴുകുതിരി കൊളുത്തിയുള്ള ഘോഷയാത്രകൾ നടന്നു. പലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് കേരളത്തിൽ എപ്പോഴും പലരും വിലപിക്കാറുണ്ട്, മാധ്യമങ്ങളിൽ ചർച്ച നടത്താറുണ്ട്. പാലക്കാട്ടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം കുഞ്ഞുങ്ങളല്ലേ? അതെന്താ അവർക്ക് ഈ അവകാശങ്ങളൊന്നുമില്ലേ? അതോ കേരളത്തിനുള്ളിൽ എന്ത് വേണമെങ്കിലും നടത്താൻ, നമുക്ക് കേരളത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താൽ മതിയെന്നാണ്? ഉഗാണ്ടയിൽ എന്ത് നടക്കുന്നു, ദക്ഷിണാഫ്രിക്കയിൽ എന്ത് നടക്കുന്നു, തെക്കേ അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്നൊക്കെയാണ് പഴയ CPM നേതാക്കന്മാർ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വന്നിട്ട് സ്റ്റേജിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രസംഗങ്ങളാണ് നടക്കുന്നത്.
കൊറിയയിൽ എന്ത് നടന്നു? എടോ, നിങ്ങളുടെ പറമ്പില്, നിങ്ങളുടെ അയലത്ത് എന്ത് നടന്നു എന്നൂടെ ഒന്ന് പറ. അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ കാലയളവിൽ ഈ കാലയളവിൽ എന്റെ ഒരു വിലയിരുത്തൽ, ഇതിൽ 10 കൊല്ലവും പിണറായി വിജയനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. എന്താ ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും മിണ്ടാട്ടമില്ലാത്തത്? ഈ പാലക്കാട് ജില്ല കേരളത്തിൽ തന്നെയുള്ള ഒരു സംസ്ഥാന ഒരു ജില്ലയാണോ? ആ, ഭക്ഷണം ചോദിച്ചെന്ന ആദിവാസിയെ തല്ലിക്കൊന്ന നാടല്ലേ? എന്നിട്ട് അതിലെ 1-ാം പ്രതി തെളിവില്ലാത്ത കാരണം പ്രോസിക്യൂഷന്റെ പിന്നെ വാദം അത്ര ഗംഭീരമായിരുന്നു. ആ പ്രതി കുറ്റവിമുക്തനാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഔദ്യോഗിക സംവിധാനം മുഴുവൻ തകർന്നു പോയിരിക്കുന്നു. ഡിസ്ഫങ്ഷണൽ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. മലയാളത്തില് കുറെ പുതിയ വാക്കുകൾ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ ഭരണകൂടത്തെയും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയെ പറ്റി കൃത്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ വാക്കുകൾ ഇന്ന് മലയാള ഭാഷയിലില്ല. കാരണം ഒരുപക്ഷെ കേരളം ഉണ്ടായ കാലത്തും മലയാളം എന്ന ഭാഷ രൂപപ്പെട്ട കാലത്തും ഇത്ര ഭീകരമായ അഴിമതികളോ ഇത്ര ഭീകരമായ പിന്നെ കൊലപാതകങ്ങളോ ഇതൊന്നും അന്ന് കേരളത്തിന്റെ പതിവല്ലാതിരിക്കണം. അതുകൊണ്ടാണ് അത്തരം വാക്കുകൾ മലയാളത്തിൽ ഇല്ലാത്തത്. അപ്പോൾ ഇനി പുതിയ വാക്കുകൾ സൃഷ്ടിക്കണം. എത്ര എത്ര ഗതികെട്ട ഒരു അവസ്ഥയാണ്. പോലീസിനെ ആരും ഇതിനകത്തിലൊന്നും മിണ്ടുന്നില്ലല്ലോ. കാരണം പിന്നെ ഇതില് എന്തായിരിക്കാം സംഭവിച്ചത്? ലോക്കൽ പോലീസ് അന്വേഷിച്ചു. ലോക്കൽ പോലീസ് അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ അവസ്ഥയിൽ അത് പോകുന്നത് ക്രൈംബ്രാഞ്ച്. ആ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോ 2013 എന്നുള്ള ഒരു കേസ്, ആ കേസ് ാണ് കോടതി ചോദിച്ചത്, സമാന സാഹചര്യങ്ങളുള്ള ഈ കേസുകളൊക്കെ CBIക്ക് അന്വേഷിക്കാമോ എന്നുള്ള ഒരു ചോദ്യം കോടതി ഉന്നയിച്ചത്. നമ്മളെല്ലാവരും ഓർക്കുന്നതാണ് വാളയാർ പെൺകുട്ടികളുടെ ആത്മഹത്യ എന്ന് വിലയിരുത്തപ്പെട്ട ദുരൂഹമരണം. ഈ 8 വയസ്സൊക്കെയുള്ള കുട്ടികളെ തൂങ്ങി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 8 വയസ്സിൽ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ തന്നെ തൂങ്ങി മരിക്കാൻ ഒരു മിനിമം ഒരു ഒരു അതിനൊരു കൗശലമൊക്കെ വേണം. അപ്പൊ ഇതെല്ലാം വ്യാജമായിട്ട് ഉണ്ടാക്കിയ കള്ളക്കഥകളാണ്. ഈ കെട്ടുകഥകളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനല്ലേ തോന്നുന്നത്? ഒരു സംവിധാനത്തിൽ നമ്മൾ വിശ്വസിക്കാതെ വന്നാൽ, അതായത് പോലീസാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു സംവിധാനം ഇതുപോലെ 1ഉം 2ഉമല്ല 23 കേസുകൾ അന്വേഷിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ ആ സംവിധാനത്തെ ഉടച്ചു വാർക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? അതോ ഇനി മറ്റൊരു സംശയം ഞാൻ ചോദിക്കുക, ഈ കേസുകളുടെ പിന്നിൽ എന്താണ് നടക്കുന്നത്? ഈ കേസുകളുടെ പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായോ? ആ കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാരായിട്ടിരുന്ന ആൾക്കാര് ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറഞ്ഞപക്ഷം കേരളത്തിന്റെ ഇപ്പോഴത്തെ SPC, സ്റ്റേറ്റ് പോലീസ് ചീഫ്, ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഇത് ഉയർത്തുന്ന ചോദ്യങ്ങൾ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ, നിയമപാലന സംവിധാനത്തെ, അതിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ ചോദ്യങ്ങളുടെ മറുപടി തരാൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ബാധ്യത. സർക്കാർ ശമ്പളം വാങ്ങിച്ച ആൾക്കാര് ജനങ്ങളുടെ നികുതി പണത്തിലാണ് അവരുടെ ശമ്പളം. അതും പെൻഷനും ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ അവരുടെ തൊഴിൽ കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലേ? അവരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഈ സംവിധാനങ്ങൾ ആകെ തന്നെ പരാജയപ്പെട്ടാൽ അത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ അപകടമായില്ലേ? പാലക്കാട്ട് നടന്ന ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ ഏതെങ്കിലും ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമോ എന്ന് സംശയം തോന്നുകയാണ്. കാരണം ഒരേ രീതിയിലുള്ള കൊലപാതകങ്ങൾ ആവണം ഇതല്ല. ഈ അക്രമികൾ എവിടേക്കാണ് പോയത്? എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഒരു മോട്ടീവ് ഉണ്ടാകും. ആ മോട്ടീവ് എന്തായിരിക്കണം ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ? ഈ ഏത് കൊലപാതകയും എവിടെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കണം. ഇത്തരം തെളിവുകൾ ഒന്നും തന്നെ ഈ കേസുകളിൽ അവശേഷിച്ചിട്ടില്ലേ? എന്താണ് ഈ അന്വേഷണത്തിനിടയിൽ സംഭവിച്ചത്? ജില്ലയുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവാണോ ഇതിന്റെ ഇത്തരം വിഷയങ്ങളിൽ പോലീസിൽ ഇടപെട്ടത്? അങ്ങനെയെങ്കിൽ ആ നേതാവ് ആരാണ്? അയാളുടെ ലക്ഷ്യം എന്താ?
ഈ കുട്ടികൾ, മരിച്ച കുട്ടികൾ, എനിക്ക് തോന്നുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മുഴുവൻ രണ്ടാമതൊരു ഏജൻസി, ഒരു കേരളത്തിന് പുറത്തുള്ള CBI പോലുള്ള ഒരു ഏജൻസി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഇവരുടെ അവയവങ്ങളെല്ലാം തന്നെ തൽസ്ഥാനത്ത് ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഇവര് ലൈംഗിക അതിക്രമത്തിന് വിധേയരായി എന്ന് പറയുമ്പോൾ അത് ഒറ്റ വ്യക്തിയുടെ, ഇവരുടെ ശരീരത്തിൽ നിന്ന് സെമൻ പോലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഒറ്റ വ്യക്തിയുടെ ആയിരുന്നു. അവിടുന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റുകൾ അത് ആരുടെയൊക്കെയാണ്? കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ഫിംഗർ പ്രിന്റ് ലഭിച്ചിട്ടുണ്ടോ? ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ CCTV-കളുള്ള കാലഘട്ടമാണല്ലോ. 2010 ശേഷം നടന്ന ഏത് സംഭവത്തിനും ആ പ്രദേശങ്ങളിലൊക്കെ CCTV ഉണ്ടാവും. ഇത്തരം കേസുകളിൽ CCTV ഫുട്ടേജസ് പോലീസ് പരിശോധിച്ചിട്ട് എന്താണ് പോലീസിന് നിഗമനത്തിലെത്താൻ പറ്റിയത്? ആ CCTV ഫുട്ടേജുകളിൽ ഏതെങ്കിലും ഒരു അക്രമി സംഘത്തിന്റെയോ ഒരു തീവ്രവാദ സംഘടനയുടെയോ ഇടപെടലുണ്ടോ? മരിച്ചവരൊക്കെ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവര്, അല്ലെ കൊലപാതകത്തിന് ഇരകള്, അവർക്കൊക്കെ തന്നെ സമാനമായിട്ടുള്ള പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. ആ ഇരകളുടെ ശരീരത്തിൽ അവശേഷിച്ചിരുന്ന, അല്ലെങ്കിൽ ആ കുടുംബങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നായിരുന്നോ ഇവര്? ഈ ഇരകളുടെ സാമൂഹിക പശ്ചാത്തലം എന്താണ്? അപ്പോ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ സത്യസന്ധമായ മറുപടി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആയിരിക്കണം? ഈ പ്രദേശത്തെ മൊബൈൽ ടവറുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഒരേ ഫോൺ നമ്പർ തന്നെ ഈ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് കേരള പോലീസിന്റെ അന്വേഷണ രീതി ഇതൊക്കെയാണല്ലോ. പഴയ കാലത്തെ പോലെ നിരവധി ആൾക്കാരെ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യലുകളിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ തേടി പോവുകയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പൊ പെട്ടെന്ന് പോയിട്ട്, പഴയ കാലത്തെ പോലീസുകാരൊക്കെ നല്ലോണം അധ്വാനിക്കുമായിരുന്നു. ഇപ്പൊ അടുത്ത കടയിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന്, ജംഗ്ഷനിലും ഒക്കെ ചെന്നിട്ട് CCTV ഫുട്ടേജ് ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ നേരെ 2-3 മൊബൈൽ സർവീസ് പ്രൊവൈഡർമാരെ വിളിക്കും. അവരുടെ ഈ ലൊക്കേഷന്റെ പരിധിയിലുള്ള ആ സമയത്ത് കണ്ടെത്തിയ ഒരു ഉദ്ദേശം വെച്ചിട്ട് കണ്ടെത്തിയ മൊബൈൽ നമ്പർ ചോദിക്കും. അങ്ങനെയൊക്കെയാണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പോ അജ്ഞാതമായ വാഹനങ്ങൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എന്താണ് ഈ പോലീസിന്റെ അന്വേഷണം? ഇതൊക്കെ തന്നെ പരസ്യപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് അറിയാൻ പൊതുജനങ്ങൾക്കും അവകാശം. കാരണം ആർക്കൊക്കെ നേരെ നാളെ ഇതൊക്കെ ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. 23 കുട്ടികൾക്ക് 13 കൊല്ലത്തിനിടയിൽ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന 10 കൊല്ലത്തിനിടയിൽ എത്ര പേർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയധികം അതിക്രമങ്ങൾ നടന്നിട്ടും കൊലപാതകങ്ങൾ നടന്നിട്ടും പോലീസിന് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കൊലപാതകം നടത്തുന്നവർ കൂടുതൽ ധൈര്യത്തോടെ ഇതേ പ്രവർത്തികൾ തന്നെ വീണ്ടും ആവർത്തിക്കില്ലേ? ഇതിനൊക്കെ മറുപടി വേണം. ഈ നാടിന് മറുപടി വേണം. യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇതിന് ഒരുപാട് മറുപടി പറയേണ്ടത്. പാലക്കാട് ജില്ലയെ ഈ കാലഘട്ടത്തിൽ പ്രതിനിധീകരിച്ച മന്ത്രിമാര്, അതുപോലെ അവിടെ നിന്നുള്ള MLA-മാര്, MP-മാര്, ഇവരൊക്കെ എന്താണ് ഈ വിഷയത്തിൽ മിണ്ടാത്തത്? മനുഷ്യാവകാശ സംഘടനകൾ എന്താണ് മിണ്ടാത്തത്? ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ പോലും വേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ വരെ വേണ്ടി വന്നാൽ ഇവിടെ എത്തേണ്ടതുണ്ട്. കാരണം കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ തകർന്നു പോയിരിക്കുന്നു. എന്ത് പറയുന്നു ഗൗതം? അല്ല, കാശ്മീരിൽ ശരിയാണ്. പിന്നെ മരണം നടന്നപ്പം ഇവിടെ മുദ്രാവാക്യം അല്ല വിളിച്ച ആൾക്കാർ എന്തുകൊണ്ട് ഇതിൽ സാർ, മുദ്രാവാക്യം വിളിച്ചില്ല? അല്ല, അതിലൊരു പ്രശ്നമുണ്ട് സാർ. ഇതിപ്പോ സംഭവിച്ചത് പലസ്തീനിലോ ഉഗാണ്ടയിലോ ഉസ്ബെക്കിസ്ഥാനിലോ ഒന്നും അല്ലല്ലോ, കേരളത്തിലല്ലേ? അല്ല, എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചതാണ്. ഇവരുടെയൊക്കെ കണ്ണുകൾ ചില സമയത്ത് മാത്രം തുറക്കുകയും കാതുകൾ ചില സമയത്ത് മാത്രം പ്രവർത്തിക്കുകയും ബുദ്ധി ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഒരു പൂട്ടി വെച്ചിരിക്കുകയും ചെയ്യുന്ന ബുദ്ധിയുള്ളവരാണ് ഇവരൊക്കെ. കേരളത്തിന്റെ ഒരു മൊത്തത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. 19 എന്തോ ആണെന്ന് തോന്നുന്നു നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കേരളത്തിലെ നിയമസഭയെ പിടിച്ചുലയ്ക്കേണ്ട ഒരു സംഭവമല്ലേ ഇത്? നിയമസഭയിൽ ഏറ്റെടുക്കാൻ ആര് തയ്യാറാവും? കാരണം പ്രതിപക്ഷമാണ് ഏറ്റെടുക്കേണ്ടത്.
ഇതിലെ 10 കൊല്ലവും ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ് ഭരിച്ചിരുന്നത്. അവർ മിണ്ടുപോകും. പിണറായി വിജയനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം മിണ്ടുപോകും. അദ്ദേഹവും ഭരണപക്ഷവും ചേർന്നിട്ട് ഇത് കവറപ്പ് ചെയ്യും. ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ BJP തയ്യാറാകുന്നു. നിയമസഭയെ പിടിച്ചുലയ്ക്കാൻ BJP തയ്യാറാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം പുറത്ത് ഹൈക്കോടതി ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയം ഏറ്റെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ ഒരുപാട് മാധ്യമങ്ങളുള്ള ഒരു മാധ്യമ രാജാവാണ്. അങ്ങനെ മാധ്യമ രാജാവായ അദ്ദേഹത്തിന് ഈ വിഷയം ഏറ്റെടുത്ത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തികഞ്ഞ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലാണ് കേരളം. തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കാൻ അർഹതപ്പെട്ട നീതിന്യായ വ്യവസ്ഥയുടെ അധികാരത്തിന്റെ ചെങ്കോല് കയ്യേറിയ വ്യക്തികള് അവര് സമൂഹത്തിന്റെ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചും കാതടച്ചും ഇരിക്കുമ്പോൾ സാധാരണക്കാരൻ നീതിക്ക് വേണ്ടി ഏത് വാതിലിൽ ചെന്ന് മുട്ടും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ശരി, ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. കേരളത്തിന്റെ തന്നെ ഒരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു വ്യക്തിയുടെ പ്രതിസന്ധിയല്ല, ഇരകളുടെ കുടുംബത്തിന്റെ പ്രതിസന്ധിയല്ല, അത് സമൂഹത്തിന്റെ പ്രതിസന്ധിയാണ്. അത് ഏറ്റെടുക്കാൻ ഐസ്ക്രീം കേസ് ഏറ്റെടുത്ത പോലെ അജിതമാരോ പണ്ട് സൈലന്റ് വാലിയിലെ മരങ്ങൾ മുറിക്കാനായിട്ട് വന്നപ്പോൾ ആ വിഷയത്തിൽ ഏറ്റെടുത്ത് പ്രക്ഷോഭം നടത്തിയ സുഗതകുമാരിയോ ഒന്നും രംഗത്തില്ല. ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാൻ സാമൂഹിക പ്രവർത്തകർ ആരെങ്കിലും കേരളത്തിലുണ്ടോ? ആരുമില്ല. വല്ലാത്തൊരവസ്ഥയിൽ ഏത് കള്ളവും കേരളത്തിൽ ചെലവാണ്. പ്രൊപ്പഗൻഡ നിങ്ങൾക്ക് ഒരു PR ഏജൻസി കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും വഴിതെറ്റിക്കാം. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെയുള്ള തൊപ്പിമാരും അതുപോലെയൊക്കെയുള്ള ആൾക്കാരാണ് ഇന്ന് യുവജനങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരിക്കുന്ന വ്യക്തികൾ. അവരൊന്നും ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കത്തില്ല. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കോടതി തന്നെ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ നേതൃത്വത്തിലും ഭരണകൂടത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്.